ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ് വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ്, അതായത് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നു. അത് സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നി, പക്ഷേ കംപ്ലയിൻറ്റ് കാർബറേറ്ററിൻ്റെ ആണ്. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ ചോക്ക് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ ചോക്ക് കേബിൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ പൊട്ടിയേക്കാണ്. അപ്പോൾ കേബിൾ മാറ്റി പുതിയത് ഇടണം. കാർബറേറ്റർ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ, പക്ഷേ കാർബറേറ്റർ ഫുള്ള് ദ്രവിച്ച് പോയേക്കുന്നുണ്ട്. അത് ദ്രവിച്ച് പൊടിയാണ് ഈ പുറത്തേക്ക് തന്നെ, അലുമിനിയൊക്കെ ദ്രവിച്ച് പൊടി പോലെ ആയിപ്പോയി. ഇതിന് ജെറ്റുകൾ വന്നേക്കണ ഭാഗമാണ് ഈ കാണുന്നത്, മൊത്തം ഫംഗസ് പിടിച്ചേക്കണ പോലെ മൊത്തത്തിൽ പൊടിഞ്ഞു പോയേക്ക സംഭവം. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാലേ ഇപ്പോഴത്തെ പെട്രോളിൻ്റെയാണ്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാം. അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസാണ് ഈ കണ്ടേക്കണത് കേട്ടോ. ഇത് നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. ഈ അസംബ്ലി ഇതേപോലെ മാറ്റി പുതിയത് വയ്ക്കണം. പിന്നെ ഞാൻ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു. എയർ ഫിൽറ്ററൊക്കെ ഇത് ഇരിക്കുന്നത് പുതിയതാണ്. ഇപ്പോൾ കാർബറേറ്റർ അസംബ്ലിക്ക് തന്നെ ഏകദേശം 3000 താഴെ ഉണ്ട്, 2700 സംതിങ് അങ്ങനെ എന്തോ ആണ് കാർബറേറ്റർ അസംബ്ലിക്ക് വരാം. പിന്നെ ചോക്ക് കേബിൾ മാറണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ പൈപ്പും ടാപ്പും കംപ്ലയിൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് എന്താ പ്രോബ്ലം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിലവിൽ ഈ സ്കൂട്ടർ മോഡലിൻ്റെ ഉണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണ സമയത്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കാർബറേറ്ററിലേക്ക് പെട്രോൾ ഇറങ്ങാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ അടക്കം അഴിച്ചു വെച്ചൊക്കെ എഞ്ചിൻ ഓഫായിട്ടിരുന്നാലും പെട്രോൾ പുറത്തേക്ക് വെറുതെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിലേക്ക് പെട്രോൾ സപ്ലൈ ചെയ്യണതായിരിക്കുന്ന യൂണിറ്റാണ്. ഫ്യൂവൽ കോക്ക് അസംബ്ലി എന്ന് പറയും. ആ നട്ട് പോലെ അലുമിനിയത്തിനുണ്ട്. അതും ഇതേപോലെ അലുമിനിയം മെറ്റീരിയലാണ്. അവിടെയും സംഭവിച്ചാണ് കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. അതും കംപ്ലയിൻറ്റ് വന്നതാണ്. അപ്പോൾ പെട്രോൾ ടാപ്പ് മാറണം, പൈപ്പും വാക്വം പൈപ്പ് അടക്കം മാറ്റിയതിന് ശേഷം വേണം കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. കാർബറേറ്റർ അസംബ്ലി മാറ്റാതെ കൊണ്ട് നമുക്ക് ഇതുമിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് റെഡി ആവാനും പോകില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.